ഹായ് ഹലോ നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇങ്ങനെ നമ്മളെ നിധിയുടെ അച്ഛൻ സുധീഷിൻ്റെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് നിധിയുടെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. അതായത് സുധീഷിൻ്റെ വീട്ടിലേക്ക് പോവാണ്. വഴിയൊന്നും അറിയില്ല, ചോദിച്ചറിഞ്ഞാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് അരുണിനെ വിളിക്കുന്നുണ്ട്. വഴി ചോദിച്ചിട്ട് അരുൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ ആ എൻഡിലുള്ള തല്ലിപ്പൊളി വീട് അവരുടെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാലും അവർക്ക് സംശയം കൊണ്ട് വണ്ടി നിർത്തി രണ്ടാൾക്കാരോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ സമയത്ത് അടുത്തുള്ള കടയിൽ സുഭാഷ് നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ അവർ സുഭാഷിനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ സുഭാഷ് നേരെ കാറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ സുധീഷിൻ്റെ വീടും ചോദിക്കും. ആ സുധീഷ് എൻ്റെ അനിയനാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധിയുടെ അച്ഛൻ സുഭാഷിനോട് പറയുന്നുണ്ട്, ഞാൻ നിധിയുടെ അച്ഛനാണ്, ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷിനോട് ആ വണ്ടിയിൽ കയറാൻ വേണ്ടി പറയാം. അങ്ങനെ സുഭാഷും ആ വണ്ടിയിൽ കയറി അവർ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഭാസ്കരൻ അച്ഛൻ അയാൾ കുടിച്ച കുപ്പികളൊക്കെ നിരത്തി വെച്ചിട്ട് എണ്ണുന്ന തിരക്കിലാണ് കേട്ടോ. എന്നിട്ട് ഈ മാസം കുപ്പിയുടെ എണ്ണം കുറവാണല്ലോ, ഭാസ്കറിന്റെ കപ്പാസിറ്റി കുറഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കുപ്പി എണ്ണുന്നത്. ആ സമയത്തായിരിക്കും നിധിയുടെ അച്ഛൻ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടൻ നേരെ ചെന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, ഒരാൾ ആദ്യമായിട്ട് വീട്ടിലേക്ക് വരില്ല, നിധിയുടെ അച്ഛനാണ്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇതൊക്കെ എടുത്ത് വെക്കുന്നത് പറയുമ്പോൾ ഭാസ്കരൻ അച്ഛൻ അത് കേൾക്കുന്നതേ ഇല്ല. അയാൾ തനിയാണ് പതുക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടാലും കുഴപ്പമില്ല എന്ന ലെവലിൽ സിഗരറ്റും വലിക്കുന്നുണ്ട് അവരുടെ മുന്നിൽ നിന്ന്. നമ്മളെ സുഭാഷ് ഏട്ടനാണെങ്കിൽ ഒന്നും വിചാരിക്കരുതിട്ട് ഇതെൻ്റെ അച്ഛനാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് വിചാരിക്കാനാണ്, നിങ്ങൾക്ക് തന്നെ ഞാൻ അച്ഛനാണെന്ന് തോന്നുന്നില്ല, എന്നിട്ടല്ല വന്നവർക്കെന്നും പറഞ്ഞിട്ട് ഭാസ്കരൻ അച്ഛൻ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അവസാനം നിധിയെ വിളിക്കുന്നുണ്ട് കേട്ടോ സുഭാഷ് ഏട്ടൻ. നിധി ഞാനിപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ഏട്ടൻ എന്ത് പണി ചെയ്യും, നമ്മളെ നിധിയുടെ അച്ഛൻ്റെ മുന്നിൽ കയറി നിൽക്കും. എന്നിട്ട് മകൾക്കൊരു സർപ്രൈസ് കൊടുക്കുക എന്നുള്ള ലെവലിൽ. എന്നാൽ കാണുമ്പോൾ ആദ്യം സുഭാഷ് ഏട്ടനല്ലേ കാണാം, അങ്ങനെ ബാക്കിലായിരിക്കും നിധിയുടെ അച്ഛൻ നിൽക്കുന്നത്. അങ്ങനെ നിധി വരുമ്പോൾ സുഭാഷ് ഏട്ടൻ മാറി നിൽക്കും. അപ്പോൾ അച്ഛനെ നമ്മളെ നിധി കാണും. നിധി ഭയങ്കരമായിട്ട് ഷോക്കായിരിക്കും. കാരണം അച്ഛനെ ഒരിക്കലും നിധി അവിടെ പ്രതീക്ഷിക്കുന്നില്ല. സുധീഷ് വിളിച്ച് കാര്യം പറഞ്ഞെങ്കിലും പക്ഷേ നിധി അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. അച്ഛനിപ്പോഴും എന്നോട് ദേഷ്യമില്ലേ, ഇനി ഒരിക്കലും ഇതൊന്നും നടക്കില്ല എന്നുള്ള ലെവലിലാണ് അവൾ ഇത്രയും കാലം ജീവിച്ചത്. അങ്ങനെ അച്ഛനെ കണ്ടതും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ്. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും പഴയ ദേഷ്യമൊക്കെ നിധിക്കും ഉണ്ടാവുന്നു, പക്ഷെ നിധിക്ക് അതൊന്നും ഇല്ല. നിധി പെട്ടെന്ന് ഇമോഷണൽ ആവുകയാണ് കേട്ടോ ചെയ്തത്. അച്ഛനെ കണ്ടതും അവൾ ഓടിപ്പോയി കരഞ്ഞു കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. അച്ഛനാണെങ്കിൽ മോളെ എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കര സങ്കടത്തിലാണ്. സുഭാഷ് ഏട്ടനും നികേഷിനും ഒക്കെ ഇത് കണ്ടിട്ട് കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ. അവർക്കും ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. അങ്ങനെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, പുറത്തൊന്നല്ല സംസാരിക്കേണ്ട, അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും നിധി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നേരെ അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. നികേഷ് ആണെങ്കിൽ വന്നിട്ട് അച്ഛനെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഒരാൾ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുക, നിങ്ങൾ എന്തിനാ സിഗരറ്റ് വലിക്കുന്നത്, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മാറ്റി വെച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഭാസ്കരൻ അച്ഛൻ അങ്ങനെ ഒരു യാതൊരുവിധ ചിന്താഗതിയൊന്നുമില്ല, അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാളിൽ പോയിട്ട് രാജീവനും നിധിയും ഭയങ്കര സങ്കടത്തിലാണ്. അവർ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്, ഭയങ്കര ഇമോഷണലൊക്കെ പ്രകടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ സുഭാഷ് ഏട്ടനും നികേഷും എല്ലാവരും കൂടി സംസാരിക്കും. എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കും. ഇതാണ് സുഭാഷ് ഏട്ടൻ, മൂത്ത ചേട്ടൻ, നികേഷ് അനിയനാണ്, അത് അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നിധി. അങ്ങനെ ലാസ്റ്റ് നികേഷിനോട് ചോദിക്കുന്നുണ്ട് അമ്മ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ നിധി പറയുന്നുണ്ട് അമ്മയില്ല, നികേഷ് ചെറുതാവുമ്പോൾ തന്നെ അമ്മ മരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ചെറുതായിട്ട് നികേഷ് ഒന്ന് ഇമോഷണൽ ആവുന്നുണ്ട് അമ്മേൻ്റെ കാര്യം പറയുമ്പോൾ. എന്തായാലും ആ വീടും ആ വീടിൻ്റെ പരിസരവും ഒക്കെ നമ്മളെ രാജീവൻ നോക്കി കാണുന്നുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു സ്ഥലത്താണല്ലോ എൻ്റെ മോള് ജീവിക്കുന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കും മേലോട്ടും താഴോട്ടും സൈഡിലേക്കൊക്കെ നോക്കുന്നുണ്ട്. വീടിൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് നോക്കുന്നത്. ഇത് കാണുമ്പോൾ നിധിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധി വിഷയം മാറ്റാൻ എന്ന പോലെ ചോദിക്കുന്നുണ്ട്, അമ്മ എവിടെ, അമ്മയുടെ പാടെന്താ, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എപ്പോഴും നിന്റെ കാര്യം തന്നെയാണ്, ഇങ്ങനെ പോണു അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലെ വിശേഷം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുഭാഷ് ഏട്ടൻ പോയിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ചായ ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ, സുഭാഷ് ഏട്ടൻ്റെ ചായ നല്ല അടിപൊളിയാണെന്നൊക്കെ നിധിയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചായ ഇട്ട് കൊടുത്ത് സുഭാഷ് ഏട്ടൻ്റെ ചായ അടിപൊളിയാണെന്ന് അച്ഛനും പറയുന്നുണ്ട്. അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ അവർ സുഭാഷ് ഏട്ടനും നിധിയും കൂടി ചർച്ച ചെയ്യുമ്പോൾ രാജീവിന് ആ സമയത്ത് ഒരു കോൾ വരുന്നുണ്ട്. എന്നിട്ട് എന്താ സ്വകാര്യം പറയുന്നത്, ഭക്ഷണത്തിൻ്റെ കാര്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, അച്ഛന് ഭക്ഷണം കൊടുക്കണ്ടേന്നാണ് സുഭാഷ് ഏട്ടൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അച്ഛനിപ്പോൾ പോവില്ല, ഞാൻ നിങ്ങളെ ഭക്ഷണം കഴിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ, നിധി പറഞ്ഞല്ലോ നിൻ്റെ ഭക്ഷണം അടിപൊളിയാണെന്ന്, അപ്പം ഞാനത് കഴിച്ചിട്ടേ പോവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നികേഷ് ആണെങ്കിൽ നമുക്ക് സുധീഷേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സുധീഷിൻ്റെ വണ്ടിയിൽ ഞാൻ കയറിയിരുന്നു, സംസാരിച്ചിരുന്നു, ആദ്യമൊക്കെ അവനോട് ഞാൻ ദേഷ്യത്തിലാണ് സംസാരിച്ചത്, പക്ഷെ അവനൊന്നും തിരിച്ച് പറഞ്ഞില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ സുഭാഷ് ഏട്ടനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അവൻ എങ്ങനെയെങ്കിലും മോശമായിട്ട് പെരുമാറി വയ്ക്കുമ്പോൾ ഇല്ല, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമോ, അവനൊന്നും എന്നോട് മോശമായിട്ട് പറഞ്ഞിട്ടില്ല, ഞാൻ കുറച്ച് ചൂടായിട്ടാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് പിന്നീട് ഇങ്ങോട്ട് വരണം, മോളെ കാണണം എന്നൊക്കെ തോന്നി, അതാ ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ രാജീവൻ പറയുന്നുണ്ട് കേട്ടോ.
രാജീവൻ എന്തായാലും ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ എന്തെങ്കിലും സത്യമാണോ? അതോ ഇനി എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോന്ന് നമുക്കറിയില്ല. പക്ഷെ ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്റെ മകൾ അന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം എനിക്കൊരു സുഖവും കിട്ടിയിട്ടില്ല. എന്റെ നെഞ്ചിലൊരു ഭാരം വെച്ചതുപോലെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇവളോട് എന്തോ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. എനിക്കങ്ങനെ കുറ്റബോധമൊക്കെ ഉണ്ട്. എനിക്ക് ഇവളെ ഇല്ലാതെ പറ്റില്ല എന്നുള്ള ലെവലിലേക്കാണ് നമ്മളെ രാജീവൻ സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മളെ നിധിക്കും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും ട്ടോ. അങ്ങനെ അച്ഛന്റെ മടിയിൽ കിടന്ന് കരയുന്നൊക്കെ ഉണ്ട് നിധി. അച്ഛനാണെങ്കിൽ മുടിയൊക്കെ തഴുകി കൊടുക്കുന്നുണ്ട്. എന്താ ഇതിന്റെ പിന്നിലെന്ന് നമുക്കറിയില്ല. എന്തായാലും രാജീവൻ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ടാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞതൊക്കെ ഞാൻ മറക്കുകയാണ്. കാരണം നമ്മൾ മനുഷ്യനല്ലേ, നമുക്ക് മാറും മറക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ വെറുപ്പ് സമ്പാദിച്ച് വെച്ചിട്ട് കാര്യമില്ല. ഇത്രയും കാലം ജീവിച്ച അത്രയും ഇനി ജീവിക്കാനില്ലല്ലോ. അപ്പൊ എന്തിനാ വെറുതെ ഈ ദേഷ്യവും കോപമൊക്കെ? ഒന്നില്ലെങ്കിൽ എൻ്റെ മകളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയോ മനസ്സിലാക്കി ഒരു തിരിച്ചറിവ് വന്ന പോലെയാണ് പറയുന്നതെങ്കിലും എവിടേക്കോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് തോന്നുന്നുണ്ട് ട്ടോ. കാരണം സുധീഷിന്റെ അടുത്ത് ഇങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തിയിട്ടാണ് ഈ വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും ഇവിടുന്ന് നിധിയുടെ മനസ്സ് മാറ്റി കൊണ്ടുപോവാനാണോ ഇത് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു മനസ്സ് മാറാൻ ഒരു സാധ്യതയും നമുക്ക് തോന്നുന്നുമില്ല ട്ടോ. എന്തായാലും നമുക്ക് നോക്കാം ഇത് എവിടെ വരെ പോകുന്നുള്ളത്. നേരെ ഇരുട്ടായിട്ടും രാജീവൻ അവിടുന്ന് പോയിട്ടൊന്നുമില്ല. ആ സമയത്ത് പുറത്ത് പോയിട്ട് നിധിയോട് സംസാരിക്കുന്നുണ്ട്. നീ എങ്ങനെ മോളെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്? വെറും ആണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ നീ എങ്ങനെ ഇവിടെ നിൽക്കുന്നത്? പണിയെടുക്കാൻ പോലും ആളില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിധി പറയുന്നുണ്ട്, വിചാരിക്കുന്ന പോലെ അല്ല അച്ഛാ, ഇവിടെയുള്ളവരൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരെ, എന്നെ എല്ലാവർക്കും ഭയങ്കര കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം സുഭാഷ് ചേട്ടനും അനിയന്മാരൊക്കെയാണ് ഉണ്ടാക്കുന്നത്. എന്നെ ഒന്നിനും സമ്മതിക്കാറില്ല. എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല അച്ഛാ, എനിക്കിവിടെ നല്ല സുഖമാണെന്നൊക്കെ പറയുന്നുണ്ട് ട്ടോ. എന്നാലും നിനക്ക് എങ്ങനെ ഇത്രയും വലിയ സൗകര്യത്തിൽ ജീവിച്ചിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ കഴിയുന്നു? ഞാൻ വേറെ ഒരു തെറ്റായിട്ടും ചോദിക്കില്ല, അറിയാനുള്ളൊരു താല്പര്യം എങ്ങനെ നീ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഒന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് ട്ടോ. അത് കഴിഞ്ഞിട്ട് ഭാസ്കരൻ അച്ഛൻ അവിടുന്ന് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇങ്ങനൊരു മനമാറ്റം സാധ്യതയില്ലല്ലോ, മുഖലക്ഷണം കണ്ടിട്ട് ഇത്രയും പെട്ടെന്ന് മനസ്സ് മാറുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിലും എവിടെയോ ഒരു സത്യം മണക്കുന്നുണ്ട് ട്ടോ. കാരണം ഭാസ്കരൻ അച്ഛൻ ഒന്നും കാണാതെ അങ്ങനെ പറയില്ല. അത് കഴിഞ്ഞിട്ട് ഭാസ്കരൻ അച്ഛനും അയാളും കൂടി സംസാരിക്കുന്നുണ്ട്. ഞാൻ രാജീവൻ, നിങ്ങളെ പേരെന്താണെന്നൊക്കെ ചോദിച്ച് അവർ തമ്മിൽ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മനം മാറാൻ കാരണം എന്നും ഭാസ്കരൻ അച്ഛൻ ചോദിക്കുന്നുണ്ട് ട്ടോ. എന്തായാലും ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ? സുധീഷിനിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. രാജീവിന്റെ വെല്ലുവിളിക്ക് മുന്നിൽ സുധീഷ് തോറ്റു പോകുമോ? ഇപ്പൊ എന്തായാലും നിധി എന്തായാലും അച്ഛന്റെ അടുത്ത് ഭയങ്കര സ്നേഹത്തിലൊക്കെയാണല്ലോ. രാജീവൻ ആ സ്നേഹം മുതലെടുത്ത് നിധിയെ ഇവിടുന്ന് കൊണ്ടുപോകില്ലേ എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പൊ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.